ഹായ്. അപ്പോൾ നമ്മൾ ഒല ഇലക്ട്രിക് എടുത്തിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ തികയാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ വർഷം 2025 ജൂലൈ 28 ഡെലിവറി എടുത്തത്. ഇന്ന് ജൂലൈ 23 5 ദിവസം കൂടി കഴിഞ്ഞാൽ 1 ഇയർ ആയി വണ്ടി എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബോഡിയിലും കാര്യങ്ങളൊന്നും ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം അത്രയും ശ്രദ്ധിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ ഡാമേജോ കാര്യങ്ങളോ അൽഹംദുലില്ലാ ആക്സിഡൻ്റോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ക്ലീനായിട്ട് തന്നെ ഓടാൻ പറ്റിയിട്ടുണ്ട് വണ്ടി കയ്യിലുള്ളിടത്തോളം കാലം. അപ്പോൾ വണ്ടി ഇപ്പം ഓൾമോസ്റ്റ് എത്ര മാസം ഞാൻ യൂസ് ചെയ്ത് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഒരു 7 മന്ത്സേ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി 5 മാസത്തോളം പല തവണകളായിട്ട് വണ്ടി ഷോറൂമിൽ ഇരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒല S1 Pro Plus ആണ് കേട്ടോ വണ്ടി. ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒല S1 Pro Plus ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. പിന്നെ 4 kW വേരിയൻ്റാണ്. ഞാൻ എടുക്കുന്ന സമയത്ത് 5 kW ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 4 kW വേരിയൻ്റാണ് എടുത്തത്. അന്ന് ഓൺ റോഡ് പ്രൈസ് ഇൻക്ലൂഡിങ് മറ്റേ 8 വർഷത്തേക്കുള്ള വാറൻറ്റിയും അതേപോലെ 3 സബ്സ്ക്രിപ്ഷനും എല്ലാം കൂടെ ടോട്ടൽ വന്നത് 1,90,000 ആണ്. ഓക്കെ, ഇപ്പോൾ ആ റേറ്റിന് പല വണ്ടികൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇപ്പോൾ റിവർ ഇന്ത്യയൊക്കെ പോലുള്ള വണ്ടികൾ വളരെ നല്ല വണ്ടികളാണ്. 1,75 എന്തോ ആണ് വരുന്നത്, ഏറ്റവും ഫുള്ളി ലോഡഡ്, എല്ലാ എക്യുപ്മെൻസും കാര്യങ്ങളും എല്ലാം കൂടി കൂടിയിട്ട്. ഇതാണിപ്പോൾ വണ്ടീൻ്റെ ഒരു അവസ്ഥ ഉള്ളത്. നിങ്ങൾക്കിവിടെ കാണാം, വേറെ ബോഡി ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പെയിൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെയിൻറ്റ് ശരിക്കും കുഴപ്പമില്ല. പക്ഷേ ഇപ്പം വൈറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണില്ല. പക്ഷേ ബ്ലാക്കിൻ്റെ കേസിൽ ഇപ്പം സ്ക്രാച്ചസൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡെയിലി ചവിട്ടുന്ന സ്ഥലമൊക്കെ ആയതുകൊണ്ട് കാണാം, അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ടോട്ടൽ 4-5 തവണ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അതിൽ ടോട്ടൽ 2 പ്രാവശ്യം BMS മൊഡ്യൂള്, അതേപോലെ 2 പ്രാവശ്യം ഡിസ്പ്ലേ, 1 പ്രാവശ്യം മോട്ടർ, ഇതൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വയറിങ്ങും കാര്യങ്ങളും അതിൻ്റെ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ബില്ല് വരേണ്ട രീതിയിൽ റീപ്ലേസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1,24,000 അങ്ങനെ എന്തോ റേറ്റിൽ വരുന്ന പാർട്സ് എല്ലാം കൂടി കൂടിയിട്ട് അത്രയും പാർട്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വാറണ്ടിയിൽ കവർഡാണ് കേട്ടോ. നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ട. നമുക്ക് നഷ്ടപ്പെടുക നമ്മളെ ടൈമാണ്. നമ്മൾ വിലപ്പെട്ട സമയം വണ്ടി കയ്യിലുണ്ടാവില്ല എന്നുള്ള ഒരു ഇഷ്യൂ ആണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ കറൻ്റ് എൻ്റെ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി കിട്ടിയിട്ട് ഇപ്പോൾ 2-3 മാസമായിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, മോട്ടർ അടക്കം ചേഞ്ച് ചെയ്ത്, പിന്നെ മോട്ടർ ചേഞ്ച് ചെയ്തപ്പം S1 Pro Plusലാണ്. ഇത് നിങ്ങളൊരു വീഡിയോയിലും കാണാത്തൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഒല S1 Pro Plus ആണ് എൻ്റെ വണ്ടി. പക്ഷെ അവർ റീപ്ലേസ് ചെയ്തിട്ടെന്ന മോട്ടർ ഉണ്ടോ, ഒല S1 Proൻ്റെ മോട്ടറാണ്. ഒന്നില്ലെങ്കിൽ മോട്ടറായിരിക്കും, അല്ലെങ്കിൽ MC ആയിരിക്കും. ഇത് ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കണ്ടില്ലേ, ഒല S1 Proൻ്റെ MCO മോട്ടർ എനിക്ക് തോന്നുന്നത് S1 Pro Plusൻ്റെ തന്നെയാണ്. പക്ഷേ MCU S1 Proൻ്റെ MCU ആണ് ഇട്ടെന്നില്ല. കണ്ടോ, വണ്ടി ഒല S1 Pro Plus ആണ്. ഓക്കെ, അപ്പോൾ ഒല S1 Pro Plus യൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാട്ടോ. പിന്നെ മോട്ടർ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് RCയിലും കാര്യങ്ങളൊക്കെ മാറ്റേണ്ട ഒരാവശ്യം വരും. കാരണം വണ്ടി ഇങ്ങനെ തട്ടിക്കഴിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടീൻ്റെ മോട്ടർ നമ്പറും അതേപോലെ ഇൻഷുറൻസിലുള്ള നമ്പറൊക്കെ വേറെ ആയതുകൊണ്ട് നമുക്ക് ഇൻഷുറൻസുകാർ എന്തായാലും റിജക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. വണ്ടി മോട്ടർ റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലുണ്ടാവേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യമാണത്. ഓക്കെ, നിങ്ങളെത്ര തിരക്കിലാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ എന്താക്കുക, RCയിലും കൂടി അത് ചേഞ്ച് ചെയ്യാനുള്ള നടപടി എടുക്കുക. എന്തോ 350 റുപ്പീസ് എന്തോ ആണ് അതിൻ്റെ ഓൾട്രേഷൻ ചാർജ് വരുന്നത്. ഓക്കെ, അപ്പം പിന്നെ വേറെ വണ്ടീൻ്റെ കാര്യങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ മഴക്കാലമാണ്, നിങ്ങൾക്കറിയാം. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഒലേൻ്റെ ഫേസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പാഡ്സാണ്. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് ബ്രേക്ക് പാഡ് വാങ്ങുകയാണെങ്കിൽ 600-700 റുപ്പീസ് വരുന്നുണ്ട് ഒരു പെയർ ഓഫ് ബ്രേക്ക് പാഡിന്, ഫ്രണ്ടായാലും ബാക്കായാലും. ഓക്കെ, അപ്പോൾ അത് മാക്സിമം 2 ആഴ്ചയൊക്കെയാണ് കിട്ടാറ് എനിക്ക് കേട്ടോ. ഞാൻ ബ്രേക്ക് വളരെ കുറവാണ് യൂസ് ചെയ്യൽ, റീജിയണൽ തന്നെയാണ് യൂസ് ചെയ്യൽ. പക്ഷേ ഈ ചളിയും കാര്യങ്ങളും മണ്ണൊക്കെ കുടുങ്ങിയിട്ട് ബ്രേക്ക് പാഡിൽ
പെട്ടെന്ന് ചളിയും മണ്ണൊക്കെ കുടുങ്ങിയിട്ട് വേഗം ബ്രേക്ക് പാഡ് തീരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് റിയർ സൈഡിലും നല്ല രീതിയിൽ തന്നെ ബ്രേക്ക് പാഡ് തീരുന്നുണ്ട്. ഓക്കെ, അവിടെ കണ്ടാൽ അറിയാം, ഓൾമോസ്റ്റ് തീരാനായി. ഇത് ഞാൻ ഇട്ടിട്ട് ആകെ 2 ആഴ്ച ആയിട്ടില്ല, 2 ആഴ്ച ആവുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. പിന്നെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ബഗ്ഗുണ്ട്. കാരണം ഒരു ചില സമയത്തൊക്കെ നമ്മളൊരു 60 km/സ്പീഡിലൊക്കെ മേലേക്ക് ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ ബാറ്ററി ഒരു 50% താഴെയാണ് വരുന്നതെങ്കിൽ എന്താ പറയുക, സ്കൂട്ടർ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അത് എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല, റാൻഡംലി അങ്ങനെ വരും. പിന്നെ സ്കൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യണം. ഏത് പാതിരാത്രിക്ക് നമ്മൾ പോവുകയാണെങ്കിലും സ്കൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്ന പോലെ എടുക്കുന്ന പല ആൾക്കാരും ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിലുണ്ടാവുക. പിന്നെ സീറ്റ് കവറിൻ്റെ കാര്യം, സീറ്റ് കവർ പെട്ടെന്ന് കീറുന്നുണ്ട്. 1 വർഷം ആയിട്ടില്ല. അത് ഞാൻ കൂടുതലും സിംഗിൾ സോളോ റൈഡാണ് ഉണ്ടാവാറ്. അപ്പം സീറ്റ് കവർ നല്ല വൃത്തിയിൽ കീറി കിട്ടിയിട്ടുണ്ട്. അവിടെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ കീറാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വേഗം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സീറ്റ് കവർ അടുപ്പിക്കണം നല്ല വൃത്തിയിലുള്ള. വണ്ടി കുറേ കാലം ഷോറൂമിലായതുകൊണ്ട് വെയിലും മഴയും കൊണ്ട് ദ്രവിച്ച് കീറാനുള്ള ചാൻസാണ് കൂടുതൽ. പിന്നെ ഇപ്പോൾ ഈ വണ്ടീൻ്റെ ഒരു മെയിൻ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡ് ലോക്ക് കംപ്ലൈൻ്റ് ആണ്. അതായത് വണ്ടി ഹാൻഡ് ലോക്ക് ആവില്ല. ഓക്കെ, ഇനിയിപ്പോൾ അത് ഇപ്പോൾ ഞാൻ വയനാട്ടിലാണുള്ളത്. വയനാട്ടിൽ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് 3 സർവീസ് സെൻറ്റർ ഉണ്ടായിരുന്നു. ഇപ്പം ഒറ്റൊരു സർവീസ് സെൻറ്റർ പോലും ഇല്ല. അതായത് ഇപ്പോൾ ഞങ്ങൾ വയനാട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവരും ഓല യൂസ് ചെയ്യുന്ന എല്ലാവരും എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരികയാണെങ്കിൽ കോഴിക്കോടുള്ള താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി പിക്കപ്പിലോ എങ്ങനെ വെച്ചാൽ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട്. അപ്പോൾ അത്രയും മോശം സർവീസാണ് ഇപ്പോഴും. ഇത്രയും കംപ്ലയിൻസും ആരോപണങ്ങളും എല്ലാം കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്നുണ്ടായിട്ടും ഒരു നടപടി എടുക്കാതെ വീണ്ടും ഒരു നാണവും ഇല്ലാതെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന വേറൊരു കമ്പനി ലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 1 ഇയർ എക്സ്പീരിയൻസ് ഓല എടുക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരതിൽ നിന്ന് പിന്മാറിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. കാരണം നിങ്ങൾക്ക് എടുക്കുമ്പം ഇപ്പോഴും ഇത്രയും കംപ്ലയിൻസൊക്കെ എൻ്റെ നേരിൽ കണ്ടിട്ടും പല ആൾക്കാരും എൻ്റെ അടുത്ത് പിന്നെയും ചോദിക്കുന്നുണ്ട്, ഓല എടുക്കട്ടെ, ഓല എടുത്തോ, നല്ലതല്ലേ, നല്ല വണ്ടിയാണ്, ലുക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, ഇത്രയും ലുക്കുള്ള വേറെ വണ്ടിയില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഇപ്പോഴും മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സമാധാനം അങ്ങോട്ട് പോയി കിട്ടും. ഇത്രയും പൈസയും കൊടുത്തിട്ട് നിങ്ങളുടെ സമാധാനം പോക്കാൻ വേറെ ഇതിനും നല്ലൊരു വഴി ഉണ്ടാവുക. ഓക്കെ, കാരണം എന്തായാലും നിങ്ങൾ കംപ്ലയിൻറ്റ്സ് ഫേസ് ചെയ്യും. അത് നിങ്ങളെ ഭാഗ്യം പോലെ. ചില ആൾക്കാർ പെട്ടെന്ന്, ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വണ്ടി എടുക്കുമ്പോഴും അന്വേഷിച്ചപ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വണ്ടി എടുത്തിട്ട് കുറേ കാലമായി, ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇത്ര കിലോമീറ്റർ ഓടി, ഞാൻ പെട്രോൾ സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത്ര പെട്രോൾ അടിക്കേണ്ടി വന്നേനെ, അങ്ങനെ എങ്ങനെയാണ്. അതൊക്കെ ശരിയാണ്. നിങ്ങൾ ഇലക്ട്രിക് എടുക്കുന്നതല്ല ഒരിക്കലും തെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യം. ഇലക്ട്രിക്കിൽ ഓല ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, നിങ്ങൾക്ക് ഇലക്ട്രിക് വണ്ടി എടുക്കാം, കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇഷ്ടംപോലെ വണ്ടി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ അറിയുന്ന ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഓലേൻ്റെ ഒരു വണ്ടി പോലും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഓലേൻ്റെ കസ്റ്റമർ കെയറിലോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വണ്ടീൻ്റെ കംപ്ലയിൻസൊക്കെ നിങ്ങൾക്ക് റെഡിയാക്കി തരാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, കാരണം അവരെ വിളിച്ചാലും കാര്യങ്ങളൊന്നും കിട്ടില്ല. അവർ വണ്ടി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ അത്രയും കോളും കാര്യങ്ങളും ഇമെയിലും ഡെയിലി 2-3 തവണ വെച്ച് വരെ വിളിക്കും. വൺസ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും നമുക്ക് അറിയാത്ത അവസ്ഥയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അവസ്ഥ. ഒരു കാരണവശാലും ഓല എടുക്കാതിരിക്കുക. 1 ഇയർ എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 19,000 കിലോമീറ്റർ ഓടി. ഓക്കെ, 19,000 കിലോമീറ്ററിൽ പല തവണകളായിട്ട് 2,000-3,000 കിലോമീറ്റർ കഴിയുമ്പോൾ വലിയ വലിയ ബ്രേക്ക് ഡൗൺസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് മലയാളികളാരും ഇങ്ങനൊരു വണ്ടി എടുത്തിട്ട് ബുദ്ധിമുട്ടരുത് എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങളെൻ്റെ ചാനൽ കണ്ടറിയാം, ഞാൻ ഓലേൻ്റെ കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇതൊരു എന്താ പറയുക, പെയ്ഡ് ഒരു കമ്പനീനെ താഴ്ത്തി കെട്ടാനോ അങ്ങനെയുള്ള ഒരു ഇതുമല്ല. കസ്റ്റമേഴ്സിന് പ്രോപ്പർ സർവീസ് തന്നിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും കസ്റ്റമേഴ്സ് വണ്ടി എടുക്കില്ല. ഇപ്പോൾ ഓലേൻ്റെ സെയിൽസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഏറ്റവും ടോപ്പിൽ EV സെയിൽസിലുണ്ടായിരുന്ന പോലെ ഏറ്റവും ഒരു 6th 7th റാങ്കിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും 7th റാങ്കിൽ നിൽക്കുന്നതാണ് അത്ഭുതം. ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതിൻ്റെ ബുദ്ധിമുട്ട്. എല്ലാവരും വീണ്ടും ഓല എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ
ചെയ്ത വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കാണ് ഓല. അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.